തീർച്ചയായിട്ടും 4 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ക്ഷമിക്കണം ഈ ഏകോപന സുരക്ഷാ ക്രമീകരണങ്ങളുമായി പരിശോധനയും ഒക്കെ പുരോഗമിക്കുന്നത്. കൃത്യമായി തന്നെ അതിന് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലുള്ള ഏകോപനമുണ്ട്. ആർമിയുടെ നേവിയുടെ അതായത് മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ ഇതിന്റെ ഭാഗമായി ഇവിടെ തുടരുന്നുണ്ട്. ഔദ്യോഗിക കണക്കുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു കൃത്യമായ വിവരവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാകും. സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഹാളിൽ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ കൃത്യമായ വിവരം, ഇനി എന്താണ് സർക്കാരിന്റെ തുടർ പദ്ധതികൾ എന്നിവ മുഖ്യമന്ത്രി അവിടെ വിശദീകരിക്കും. ഔദ്യോഗികമായ കണക്കുകൾ ഒരുപക്ഷെ പുറത്ത് നമ്മൾ എല്ലാം നൽകുന്ന 300-ന് മുകളിലുള്ള മരണക്കണക്കിന് അത്രയ്ക്ക് എത്തുന്ന കണക്കുകളല്ല ആദ്യം മുതൽ ഈ സർക്കാർ കണക്കുകൾ നൽകുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സ്ഥിരീകരിച്ച മരണം 215 അതിൽ 98 പുരുഷന്മാരും 87 സ്ത്രീകളും 30 കുട്ടികളുമുണ്ട്. ഇതിൽ ബന്ധുക്കൾ ഈ പല മൃതദേഹം തിരിച്ചറിയണമെന്ന വലിയ ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഇത്ര അധികം ദിവസം കഴിഞ്ഞ് കിട്ടുന്ന മൃതദേഹങ്ങളായതുകൊണ്ട് തന്നെ അതിന് വലിയ തടസ്സമുണ്ട്. 148 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെയും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം 143. അതായത് മൃതദേഹങ്ങൾക്ക് പുറമെ പലയിടത്തും ശരീരഭാഗങ്ങൾ ഒഴുകി വന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് 148 അങ്ങനെ 143 അങ്ങനെ കണ്ടെത്തി. ഇതിൽ 212 പോസ്റ്റ്മോർട്ടം ചെയ്തു. ശരീരഭാഗങ്ങളും ലഭിക്കുന്ന പൂർണ്ണ ശരീരമല്ലെങ്കിലും ഭാഗങ്ങൾ ലഭിക്കുന്നതും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് 87 140 ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് 62 മൃതദേഹങ്ങൾ കൈമാറി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഇവിടെ വയനാട്ടിൽ കൊണ്ടുവന്ന 29 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ആകെ ബന്ധുക്കൾക്ക് 119 മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. ദുരന്ത പ്രദേശങ്ങളിൽ നിന്ന് 504 പേർ ഇതിനകം ആശുപത്രിയിൽ എത്തിച്ചു. 82 പേർ വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശോധന ഇങ്ങനെ തുടരുമ്പോഴും ഈ എത്ര ആളുകളെ ഇനി കണ്ടെത്താൻ ഉണ്ട്. 206 എന്ന കണക്കൊക്കെ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അത് 250-ന് മുകളിലേക്കുണ്ടെന്ന വിവരവും സ്വാഭാവികമായും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. പക്ഷെ അപ്പോഴും ഇത്രയധികം ആളുകളെ എങ്ങനെ കണ്ടെത്തും ഇനി? കാരണം ഈ മേൽഭാഗത്തൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലുമൊക്കെ വലിയ രീതിയിൽ പാറകളും അത് കൂറ്റൻ പാറകളും മണ്ണുമൊക്കെ അടിഞ്ഞുകൂടിയ പ്രദേശത്തിന്റെ സ്വഭാവം തന്നെ, അതിന്റെ ഘടന തന്നെ മാറുന്ന തരത്തിലാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇത്രയധികം മണ്ണ് മാറ്റിയും കല്ലുമാറ്റിയും ഒക്കെ എങ്ങനെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തുമെന്ന വലിയ ചോദ്യമാണ്. ദിവസം ഇത്രയും പിന്നിടുന്നു. ഓരോ ദിവസം കഴിയുന്തോറും മൃതദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ ശോചനീയമാകും, പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു ആശങ്ക ഇപ്പോഴും ആ കാര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെയുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. പരമാവധി ആളുകളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ അരിച്ചു പറക്കിയുള്ള പരിശോധന. നമുക്കറിയാം, ഇവിടെ തന്നെ ഈ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ചൂരൽമലയിലെ വേലിപ്പാലത്തിന് സമീപം തന്നെ നമുക്കിവിടെ ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാവുന്നത്. ഒരു ഭാഗത്ത് തന്നെ 6ഓളം JCBയും ഹിറ്റാച്ചിയും ഉൾപ്പെടെയുള്ള യന്ത്രഭാഗങ്ങൾ, 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്. അതിന്റെ എതിർവശത്ത് അതുപോലെ അത്രയധികം സംവിധാനങ്ങളുണ്ട്. പുഴയുടെ അക്കരയും ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തിക്കാവുന്ന ഈ മൃതദേഹങ്ങൾ വന്ന് ചേരാൻ സാധ്യതയുള്ള എല്ലായിടത്തും ആ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പരമാവധി ഈ പരിശോധന തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം മിസ്സിംഗ് എന്ന പേരിട്ട് അത്രയധികം ആളുകളെ ഒഴിവാക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് ആ രീതിയിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട്, ഇന്നലെ നമ്മൾ മുണ്ടക്കയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, ചൂരൽമലയിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച, മുട്ടിന് മുകളിൽ ഒരുപക്ഷെ നെഞ്ചറ്റം വരെയൊക്കെ ചെളിയുള്ള സ്ഥലത്ത് ആളുകൾ ഇറങ്ങി നിന്ന്, സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി നിന്ന് വടികൊണ്ടും മറ്റും കുത്തി നോക്കി പരിശോധനയുണ്ട് അവിടെ. അതായത് അത്രയധികം ചെളിയാണ് പലയിടങ്ങളിലും. ആ രീതിയിൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഓരോ ഇഞ്ചും നീങ്ങാൻ. ഈ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ, ഈ ചൂരൽമലയുടെ ഭാഗത്തൊക്കെ മാത്രമാണ് മണ്ണിട്ട് ഈ രീതിയിലെങ്കിലും ഒന്ന് ദൃഢമാക്കിയിട്ടുള്ളത് ഈ ഭൂമി. പക്ഷേ ബാക്കി എല്ലായിടത്തും വെള്ളം കയറി വലിയ രീതിയിൽ ചെളി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇറങ്ങി നിന്ന് പരിശോധന പോലും വളരെ ദുഷ്കരമാണ്. ആ അത്യന്തം ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതാണ് സാഹചര്യം. ഇന്നലെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നമ്മൾ കണ്ടതാണ്. രാത്രി വൈകിയും പരിശോധന കാര്യമായി നടന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ ദൗത്യം രാത്രി അവസാനിപ്പിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും ദൃശ്യങ്ങൾ കാണുന്ന പോലെ സ്നിഫർ ഡോഗുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ജീവന്റെ ഏതെങ്കിലും കണിക അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും മാത്രം കണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്.